ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ചീസി ആയിട്ടുള്ളൊരു ഗ്രീൻ സാൻഡ്വിച്ചാണ്. നമുക്ക് ടൈം ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. 5 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീൻ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗ്രീൻ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കൈപ്പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മല്ലിയിലയുടെ പകുതി അളവിൽ പുതിനയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടലയാണ്. ഞാൻ 2 സ്പൂൺ അളവിൽ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് പകുതി നാരങ്ങ നീര് കൂടെ നന്നായിട്ട് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചട്നി ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. ഇപ്പം നമ്മുടെ ചട്നി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ ചട്നി 2 ബ്രെഡിൻ്റെയും ഓരോ സൈഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് സ്പൈസി ആയിട്ടുള്ളതുകൊണ്ടും അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടുമാണ് ഞാൻ ഒരു ബ്രെഡിന് മുകളിൽ മാത്രമേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചട്നി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ബ്രെഡിന് മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ദോശക്കല്ല് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഒന്ന് വെച്ച് കൊടുക്കാം. 2 സൈഡും ഓരോ മിനിറ്റ് വീതം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ചീസും ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പം ഞാൻ 2 സൈഡും ഓരോ മിനിറ്റ് വീതം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റിൽ തന്നെ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല ചീസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എന്തായാലും ടൈം ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.